ഹലോ മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും ഇപ്പം ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള നമ്മുടെ വെബ്സൈറ്റ് ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് എൻ്റെ മക്കൾ എന്തായാലും ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ക്യാൻസലായി പോകാൻ വരെയുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കാൻ വരെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും എൻ്റെ കുട്ടികൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാതിരിക്കരുത്. ഓക്കെ, അപ്പോൾ അലോട്ട്മെൻറ്റിന് അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷന് മുൻപായിട്ട് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് എൻ്റെ കുട്ടികൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ആദ്യം തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ +1 ഇപ്പോൾ സയൻസ് ആണ് എടുക്കാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ മക്കളെ, നമ്മുടെ എക്സാമിനർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സയൻസ് ആണ് ഓപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം 10ാം ക്ലാസ്സിൽ നിന്ന് +1ലേക്ക് വരുമ്പോൾ കുറേ കൺഫ്യൂഷൻസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, നമ്മളുടെ എക്സാമിനറിൻ്റെ അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. നമുക്ക് 2 ബാച്ചാണുള്ളത്, ബേസിക് ബാച്ചും പ്ലസ് ബാച്ചും. അതുപോലെ തന്നെ നീറ്റിൻ്റെയും ജെഇയുടെ ഒക്കെ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കണം, ഫുൾ മാർക്സ് തന്നെ വാങ്ങിക്കണം. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ അഗ്നി ബാച്ചിൽ നിന്ന് 25 മക്കൾക്കാണ് ഫുൾ മാർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതേപോലെ ഒരു സ്റ്റേറ്റ് ടോപ്പർ ആവാൻ എൻ്റെ കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ധൈര്യമായിട്ട് മെസ്സേജ് ചെയ്യാം. നമ്മുടെ എക്സാമിനറിൻ്റെ അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഓക്കെ, കാരണം നിങ്ങൾ ഇനിയിപ്പോൾ +1ലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച രീതിയിലല്ല കാര്യങ്ങളൊന്നും ഉണ്ടാവുക. അപ്പോൾ പല ആൾക്കാരും സയൻസ് എടുക്കാനൊക്കെ പേടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ പേടിയൊക്കെ നമ്മൾ മാറ്റിത്തരുന്നതായിരിക്കും. വളരെ സ്മൂത്തായിട്ട് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ എക്സാമിനറിൻ്റെ അഗ്നി ബാച്ചിലുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാച്ചിൽ കാണാം. ഇനി നമ്മുടെ വീഡിയോയിലേക്ക്. ഒന്നാമതായിട്ട് എൻ്റെ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു ഡേറ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് ആണ്. അതായത് ഇന്ന് 25ാം തീയതി നമ്മുടെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സൈറ്റ് ആക്റ്റീവ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ന് മുതൽ ഓൺലൈനായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ സമർപ്പിച്ച് തുടങ്ങാൻ പറ്റും. അപ്പോൾ എൻ്റെ മക്കൾ ആദ്യം മനസ്സിലാക്കേണ്ട നമ്മുടെ ഈ ഒരു +1 അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാകും, പക്ഷേ പല സ്ഥലങ്ങളിൽ നിന്ന് ആപ്ലിക്കേഷൻ ഫോം കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ അക്ഷയ സെൻറ്റേഴ്സ് ആയിക്കോട്ടെ, ജനസേവന കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് ഓഫ്ലൈൻ ആയിട്ടാണോ ചെയ്യാം? അത് അങ്ങനെയല്ല മക്കളെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അക്ഷയ സെൻറ്റേഴ്സിൽ അല്ലെങ്കിൽ ജനസേവന കേന്ദ്രങ്ങളിലൊക്കെ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാർ അപ്ലൈ ചെയ്യാനുണ്ടാകും. അപ്പോൾ അവർക്ക് നിങ്ങൾ ഓരോരുത്തരോടും ഡീറ്റെയിൽസ് ചോദിച്ച് നിങ്ങളോട് കുറേ നേരം നിങ്ങൾക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ സമയം സ്പെൻഡ് ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ അവസരങ്ങളിലാണ് അവർ നിങ്ങൾക്ക് ഫോം തന്നു വിടുന്നത്. അപ്പോൾ ആ ഫോമിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരവരുടെ സൗകര്യപൂർവ്വം പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തരും. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആ ഫോം തരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഫോം ഫില്ല് ചെയ്ത് അക്ഷയ സെൻറ്ററിൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി എന്നല്ല. നിങ്ങൾ ജസ്റ്റ് വിവരങ്ങൾ പാസ് ചെയ്തിട്ടേ ഉള്ളൂ. അത് കൺഫർമേഷൻ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പം ഇതാണ് നമ്മുടെ ഡേറ്റ്. ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പോഴാണ്? ജൂൺ 3-ാം തീയതി വരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലാസ്റ്റായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് വരുന്നത്. അവസാന തീയതി എത്രയാണ്? 3rd ജൂണാണ്. ഓക്കെ, അപ്പോൾ അയ്യോ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, ഇന്ന് തന്നെ ചാടി കയറി അപ്ലൈ ചെയ്ത് തെറ്റൊന്നും പറ്റിക്കരുത്. ഓക്കെ, നമ്മൾക്ക് 3-ാം തീയതി വരെ സമയമുണ്ട്. അപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും, അതായത് നിങ്ങളുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ID കാർഡിലുള്ളത് പോലെ തന്നെ പേര്, നിങ്ങളുടെ കാസ്റ്റ്, കമ്മ്യൂണിറ്റി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇനിയിപ്പോൾ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് കറക്റ്റായിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇത്രയും വരെ സമയം ഉണ്ട്. തെറ്റ് പറ്റാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. രണ്ടാമത്തേതായിട്ടുള്ള കാര്യമാണ് മിസ് പറയുന്നത്, കൺഫർമേഷൻ കൊടുക്കാൻ വിട്ടുപോകരുത്. അതായത് ഇപ്പം അക്ഷയ സെൻറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ നിങ്ങൾക്ക് ഏറ്റവും കറക്റ്റായിട്ട് ചെയ്തു തരാനാണ് നോക്കുക. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ കൺഫർമേഷൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഉത്തരവാദിത്തമല്ല, അത് ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. കാരണം ഇത് ക്യാൻസലായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അത് കൺഫേം ആയോ, അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടിയോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് നമ്മളാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വരില്ല. നമ്മൾ വിചാരിക്കും ഞാൻ ചെയ്തല്ലോ എന്ന് കരുതും. പക്ഷേ ഫൈനൽ കൺഫർമേഷനും കൊടുത്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ട് എന്നെൻ്റെ മക്കൾ എൻഷുർ ചെയ്യണം. പ്രത്യേകിച്ച് ഈ ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കില്ലേ, അപ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ അക്ഷയ സെൻറ്ററിൽ ഫോം കൊടുത്തിട്ടുണ്ട്, എൻ്റെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി എന്ന് കരുതരുത്. നമ്മൾ അവരെ വിളിച്ച് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിനടുത്തൊക്കെ ആണെങ്കിൽ അവിടെ പോയി ചെക്ക് ചെയ്യണം അതിൻ്റെ ഫൈനൽ കൺഫർമേഷൻ ആയോ. അതേപോലെ തന്നെ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. ഇനി അതല്ല, നിങ്ങൾ വീട്ടിലിരുന്നൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫൈനൽ കൺഫർമേഷനും കൊടുത്ത് നിങ്ങൾക്ക് ആ PDF ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അത്രയും ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുക. ആ ഒരു കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യമാണ് സർട്ടിഫിക്കറ്റ്സ്. ഇത് മിസ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതെൻ്റെ മക്കൾ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഇനി അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ്സ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമുണ്ടോ? ഇതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനില്ല.
പക്ഷേ നിങ്ങൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണോ അഡ്മിഷൻ്റെ സമയത്ത് ഹാജരാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒക്കെ നമ്പറും ഡീറ്റെയിൽസും ചിലപ്പോൾ കൊടുക്കാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പം നിങ്ങൾക്ക് ഇപ്പോൾ ബോണസ് പോയിന്റ് ഒക്കെ കിട്ടാൻ കാരണമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്സും കൊണ്ടുവേണം പോകാൻ വേണ്ടിയിട്ട്. ആൻഡ് ആ സർട്ടിഫിക്കറ്റ്സ് ഉള്ളതിന് മാത്രമേ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൽ യെസ് ഒക്കെ കൊടുക്കാവുള്ളൂ. കാരണം നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കൊടുത്തു, ബോണസ് പോയിന്റും കിട്ടി, അലോട്ട്മെൻറ്റും വന്നു, അവസാനം അഡ്മിഷന് പോകുന്ന സമയത്ത് അയ്യോ എൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ആ അലോട്ട്മെൻറ്റ് തന്നെ ക്യാൻസലായി പോകും. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത സർട്ടിഫിക്കറ്റിന് യെസ് എന്ന് കൊടുക്കാനോ അത് അങ്ങനെ ബോണസ് പോയിന്റ് കിട്ടി അഡ്മിഷൻ കിട്ടുമെന്ന് കരുതരുത്. ഇല്ലാത്ത കാര്യങ്ങൾ കൊടുക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യുന്ന ഓരോ ഡീറ്റെയിൽസും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. നാലാമത്തെ കാര്യം, നമുക്കറിയാം ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യണം. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും കിട്ടും. അപ്പോൾ നമ്മൾ ഇതെനിക്ക് അറിയാം, സിമ്പിളാണ്, എനിക്ക് ഓർമ്മയുള്ളതാണ്, ഈ പാസ്വേഡ് എൻ്റെ ഫോൺ നമ്പറാണ്, എനിക്ക് ഓർമ്മയുണ്ടാവും, അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ആ സമയത്ത് ചിന്തിക്കും. പക്ഷേ ഇത് മറന്നുപോയി കഴിഞ്ഞാൽ പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നോ, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നോ, തേർഡ് അലോട്ട്മെൻറ്റ് വന്നോ, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്നോ, ട്രയൽ വന്നോ, ഇതൊന്നും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഇത് വെച്ചിട്ടാണ് നിങ്ങൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ടാണ് പിന്നീട് നിങ്ങൾക്ക് വരുന്ന ട്രയൽ ആയിക്കോട്ടെ, ഫസ്റ്റ് ആയിക്കോട്ടെ, സെക്കൻഡ് അലോട്ട്മെൻറ്റ് എല്ലാം ചെക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഒന്നെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ ഫോണിലേക്ക് എങ്ങനെ മെസ്സേജ് അയച്ചിടുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കുക, എന്തെങ്കിലും ചെയ്ത് അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് കരുതി അങ്ങ് വിട്ട് കളയരുത്, അത് കറക്റ്റായിട്ട് സേവ് ചെയ്ത് വെക്കാം. അഞ്ചാമത്തെ കാര്യമാണ് മിസ്റ്റേക്സ് വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതായത് നിങ്ങൾ സ്വയം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചില മിസ്റ്റേക്സുകൾ കണ്ടുവെന്ന് വരില്ല. അപ്പോൾ മറ്റൊരാളെ കൊണ്ട് പ്രൂഫ് റീഡിങ് ചെയ്യിക്കുക, ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിപ്പിക്കുക. ഇനി അക്ഷയ സെൻറ്റേഴ്സിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർ ചെയ്തതിന് ശേഷം അവർ നിങ്ങൾക്ക് മോണിറ്റേഴ്സ് കാണിച്ചു തരും. അപ്പോൾ ആ മോണിറ്ററിൽ നിങ്ങൾ ഡീറ്റെയിൽസ് നോക്കുക, എൻ്റെത് കറക്റ്റാണോ, കാസ്റ്റൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ നമ്മുടെ റിസർവേഷനിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നോക്കുക. നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പ്രൂഫ് റീഡിങ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതൊക്കെ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണോ? തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ലാസ്റ്റ് കാര്യമാണ് മക്കളെ, നമ്പർ ഓഫ് സ്കൂൾസ്. നമുക്ക് ഏകദേശം 50ഓളം സ്കൂളുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പലരും തന്നെ വിചാരിക്കും എനിക്ക് ഫുൾ A+ ആണ്, എനിക്കിഷ്ടമുള്ള 2-3 സ്കൂളിൽ മാത്രമേ കൊടുക്കുള്ളൂ. അതൊരു മണ്ടത്തരമായി പോവും. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ 50ഓളം സ്കൂൾ ഓപ്ഷൻ ഉണ്ടെന്ന് കരുതി 50 നിങ്ങൾ കൊടുക്കണം ന്നില്ല. മിനിമം ഒരു 20 സ്കൂളെങ്കിലും മസ്റ്റായിട്ട് എൻ്റെ കുട്ടികൾ കൊടുക്കാം. അതിന് കരുതരുത്. അർച്ചനാവസ് പറഞ്ഞിട്ടുണ്ട് 20 സ്കൂൾ കൊടുക്കണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോകാൻ പറ്റാത്ത ഏതെങ്കിലും സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറൊക്കെ ട്രാവലുള്ള സ്കൂളിലൊന്നും കൊടുക്കണമെന്നില്ല. നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതും നിങ്ങൾക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും സൗകര്യമുള്ള ഒരു 20 സ്കൂളെങ്കിലും മിനിമം കൊടുക്കാം. ഓക്കെ, 1-2 സ്കൂളുകളിലൊന്നും നിർത്തരുത്, അല്ലെങ്കിൽ 5 സ്കൂളിലൊന്നും നിർത്തരുത്. ഒരു 10-15 സ്കൂളുകളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം, അതിലൊരു തെറ്റുമില്ല. പിന്നെ നമുക്കത് വേണമെന്ന് വെച്ചാൽ പോലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ കരുതരുത് അയ്യോ എനിക്ക് ആ സ്കൂൾ കൊടുത്താൽ ഫസ്റ്റിൻ്റെ എനിക്ക് ആ സ്കൂൾ വരുമോ, അങ്ങനെയൊന്നും തെറ്റിദ്ധാരണ വേണ്ട. നിങ്ങൾക്ക് ഏറ്റവും അർഹതയുള്ള സ്കൂളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക, നിങ്ങൾക്ക് അർഹതയുള്ള കോഴ്സായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അതൊന്നും ആലോചിച്ച് എൻ്റെ മക്കൾ ടെൻഷൻ അടിക്കരുത്. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മിസ്സിൻ്റെ റിക്വസ്റ്റ് ആണ്. കാരണം എപ്പോഴും എല്ലാ വർഷവും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1% കുട്ടികൾ എപ്പോഴും ഈ ആപ്ലിക്കേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം മിസ്സേ ഇങ്ങനെ മിസ്റ്റേക്ക് പറ്റിപ്പോയി, അങ്ങനെ മിസ്റ്റേക്ക് പറ്റിപ്പോയി, ഇനി ഇത് തിരുത്താൻ പറ്റുമോ, അങ്ങനത്തെ കുറേ സങ്കടങ്ങൾ കേൾക്കാറുണ്ട്. അതുകൊണ്ടാണ് മിസ് കമ്പൽസറി ആയിട്ട് പറയണത് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സയൻസ് ഒക്കെ എടുക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ എക്സാം വിന്നറിൻ്റെ അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. മിസ്സും അലക്സ് സാറും അലൻ സാറും നമ്മുടെ കംപ്ലീറ്റ് ടീം, ജസീൽ സാറും എല്ലാവരും ഉണ്ടാകും നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും അധികം സ്റ്റേറ്റ് ടോപ്പേഴ്സ് ഉള്ള ഒരു ബാച്ചിൽ പഠിക്കാനുള്ള നിങ്ങളുടെ ഈ ഒരു അവസരം നഷ്ടപ്പെടുത്താതിരിക്കാം. ഇതേപോലെ തന്നെ അലോട്ട്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ടാകും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.